നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയിലെ കാൻസാസ് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അവിടെ സാത്താൻ ആരാധനക്കാരും ക്രിസ്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടി. സംഭവം നടക്കുന്നത് അമേരിക്കയിലെ കാൻസാസ് സ്റ്റേറ്റ്, കാൻസാസ് ഒത്തിരി റിവൈവലുകൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. റിവൈവലിൻ്റെ പേരിൽ വളരെ പ്രസിദ്ധമാകുന്ന ഒരു സ്ഥലമാണ് കാൻസാസ് സിറ്റി റിവൈവൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. മാത്രമല്ല, ടോപ്പിക്ക എന്ന് പറയുന്ന സ്ഥലം പെന്റിക്കോസ്റ്റൽ ഉണർവ് ആരംഭിച്ചത് ശരിക്കും ടോപ്പിക്കയിലുള്ള ബഥേൽ ബൈബിൾ കോളേജിൽ നിന്നാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ക്രിസ്ത്യൻ റിവൈവലുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കാൻസാസും ടോപ്പിക്കയും ഒക്കെ. അവിടെ തന്നെ കഴിഞ്ഞ ദിവസം സാത്താൻ ആരാധനക്കാർ കൂടി ഒരു ബ്ലാക്ക് മാസ് നടത്തുവാൻ തീരുമാനിച്ചു. അതായത് കാൻസാസ് സ്റ്റേറ്റിൻ്റെ അസംബ്ലി, അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരത്തിൽ വെച്ച്, അതിൻ്റെ മുൻപിൽ വെച്ച് അവരൊരു സാത്താൻ ആരാധന നടത്തുവാൻ തീരുമാനിച്ചു. അതിനെ ഒപ്പോസ് ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന ക്രിസ്ത്യൻസും അവിടെ തടിച്ചുകൂടി. ഗവൺമെൻറ് രണ്ടു പേർക്കും സ്ഥലം കൊടുത്തു. അതായത് ബ്ലാക്ക് മാസിന് വേണ്ടിയുള്ള സ്ഥലം ക്രമീകരിച്ചു കൊടുത്തു. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള കിഴക്ക് ഭാഗത്തെ പടികളിലാണ് ഇവർക്ക് സ്ഥലം കൊടുത്തത്. സാത്താൻ ആരാധനക്കാർക്ക് സ്ഥലം കൊടുത്തത് സദേൺ സൈഡിലായിട്ട് ഈ പറയുന്ന ക്രിസ്ത്യൻസിനും അവരുടെ പ്രൊട്ടസ്റ്റിന്, അവരുടെ സമരത്തിനുള്ള സ്ഥലം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. മൈക്കിൾ സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഒരു സാത്താൻ ആരാധകരുടെ നേതാവാണ് ഈ ബ്ലാക്ക് മാസ് ക്രമീകരിച്ചത്. സൈത്താനിക് ഗ്രോട്ടോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, സൈത്താൻ ആരാധകരെ പിന്തുണയ്ക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ബ്ലാക്ക് മാസൊക്കെ ക്രമീകരിച്ചത്. എന്താണെങ്കിലും ഇത് മുൻകൂട്ടി അറിഞ്ഞ് ക്രിസ്ത്യൻസ് അവിടെ തടിച്ചുകൂടി. കാൻസാസ് സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഈ പ്രാവശ്യത്തെ സെഷൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. അതുകൊണ്ട് ആ ലാസ്റ്റ് ദിവസം സൈത്താനിക് മാസ് വെച്ച് നിർത്തണമെന്ന് സൈത്താനിസ്റ്റുകൾക്ക് ആഗ്രഹം. എന്നാൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സെൻറ്റ് ജോസഫ് പള്ളിയിൽ കത്തോലിക്കർ വന്ന് അവരുടെ ഒരു കുർബാന വെക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ രണ്ട് ഭാഗത്തും വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്താണെങ്കിലും ബ്ലാക്ക് മാസൊക്കെ നടത്തി. അതിന് ശേഷം നമ്മളൊക്കെ ഈ തിരുവത്താഴം വിതരണം ചെയ്യുന്നത് പോലെ ഈ സ്റ്റുവർട്ട് മൈക്കിൾ അയാളെ സൈത്താനിക്കായിട്ടുള്ള വേഫേഴ്സ് അവിടെയൊക്കെ വിതരണം ചെയ്തു. അത് ആരാണ്ട് ക്രിസ്ത്യാനികൾ പോയി തട്ടിപ്പറിക്കുകയോ തട്ടിത്തെറിപ്പിക്കുകയൊക്കെ ചെയ്തു. ഉന്തും തള്ളുമായി അടിയായി. പിന്നീട് ഈ മനുഷ്യൻ, ഈ സൈത്താനിക് ആരാധകരുടെ ലീഡർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കയറാൻ ശ്രമിച്ചു. അത് ചില ക്രിസ്ത്യൻസ് തടഞ്ഞു. അവിടെയും ഉന്തും തള്ളും അടിയുമായി. അവസാനം ഈ പറഞ്ഞ സൈത്താൻ ആരാധകരുടെ ലീഡറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. അങ്ങനെ കയ്യാങ്കളിയായി. ഒരു സ്ഥലത്ത് ജീസസ് ഈസ് ദ കിങ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ ക്രിസ്ത്യൻസ് വിളിക്കുമ്പോൾ, മറുഭാഗത്ത് ഈ സൈത്താൻ ആരാധകർ സാത്താനെ നീണാൾ വാഴട്ടെ എന്നൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. അങ്ങനെ വലിയ പ്രശ്നമായിരുന്നു. ഇത് സത്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കാരണം അമേരിക്ക പോലുള്ള ദേശങ്ങളിലൊക്കെ എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും. സാത്താൻ ആരാധകർക്ക് അവർക്ക് ഫ്രീഡം ഉണ്ട്, അവർ ചെയ്യും. ക്രിസ്ത്യൻസ് അവരുടെ കാര്യം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇത്രയും നാളുമൊക്കെ നടന്നതെങ്കിലും വളരെ പ്രത്യക്ഷമായിട്ട് ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മുഖാമുഖം നിന്ന് എതിർക്കുന്ന ഒരു രംഗം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. സൈത്താൻ ആരാധകർ ലോകത്തിൻ്റെ പല ഭാഗത്തും അവരുടെ ഈ ഒരു വിശ്വാസത്തെ, ദൈവത്തെ എതിർക്കുന്ന വിശ്വാസത്തെ, എല്ലാവരും വലങ്കയ്യന്മാരാണെങ്കിൽ ഞങ്ങൾ ഇടങ്കയ്യന്മാരാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇടത്തൂടാണ് പോകുന്നത്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമില്ലേ, ഇടത്തൂട് എന്നൊരു പ്രയോഗം. ഞങ്ങൾ ഇടത്തൂടാണ് പോകുന്നത് എന്ന് തന്നെ അവർ തുടർന്നു പറയുന്ന ആളുകളാണ്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ കേരളത്തിലുമുള്ളത് നമുക്കറിയാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങിയ എമ്പുരാൻ സിനിമയെക്കുറിച്ചുണ്ടാകുന്ന വിവാദങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൈത്താൻ വർഷിപ്പേഴ്സ് അമേരിക്കയിലൊക്കെ സാത്താൻ്റെ ടെമ്പിൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വലിയ കൊമ്പുകളൊക്കെയുള്ള ഒരു മുട്ടനാടിൻ്റെ പ്രതിമയൊക്കെ വെച്ച് അതിനെ ആരാധിക്കുന്ന പല ചിത്രങ്ങളും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വലത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ രണ്ട് നടുവിരലൊക്കെ ഉയർത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാത്താനിക് മൂർത്തിയൊക്കെ അവരോട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഓപ്പണായിട്ട് തിന്മയുടെ ശക്തികളെ ആരാധിക്കുന്നവർ, അതിലൊരു ലജ്ജയുമില്ലാതെ ആരാധിക്കുന്നവർ, ദൈവികമായതിനെ ദൈവവചനവുമായിട്ടോ അല്ലെങ്കിൽ യേശുവിൻ്റെ പേരുമായിട്ടോ ക്രിസ്ത്യാനിറ്റിയുമായിട്ടോ എന്തെങ്കിലും ബന്ധമുള്ള എല്ലാത്തെയും അവർ അപമാനിക്കുവാനുള്ള ഒരു ശ്രമമാണ്. അത് ബിബ്ലിക്കലി കറക്റ്റാണോ അല്ലയോ എന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല. ക്രിസ്ത്യൻ എന്ന പേരുള്ള എല്ലാത്തെയും അവർ അപമാനിക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ. പക്ഷേ പരസ്യമായിട്ട് തന്നെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. പോലീസിലെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. കാൻസാസ് സ്റ്റേറ്റിൽ നിന്നുള്ള ന്യൂസ് ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.